ഹായ് ഹലോ വെൽക്കം ടു വലിയോറ സ്പാർക്സ്. ആൻഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബലൂൺ വെച്ചിട്ടുള്ളൊരു ചെറിയ പരീക്ഷണം എന്ന് വേണേൽ പറയാം. കാരണം ഇതിൻ്റെ പുറകിൽ എന്തൊക്കെയോ സയൻസ് കാര്യങ്ങളുണ്ട്, എനിക്ക് പറയാൻ അറിയത്തില്ല, അതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് ഒരു വെള്ളം ഒഴിക്കാവുന്ന രീതിക്കൊന്ന് ആക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തേക്ക് വെള്ളമല്ല, വിനെഗർ ഒഴിക്കണം. വിനെഗർ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് റബ്ബർ ബാൻഡ് വെച്ച് ചുറ്റിക്കൊടുക്കണം. ചുറ്റിക്കൊടുക്കുകയോ അല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ ആദ്യം തന്നെ പ്ലാസ്റ്റിക് കൂടുതൽ തന്നെ കെട്ടുകയോ ചെയ്യാം. രണ്ടും പോസിബിളാണ്. അപ്പോൾ അങ്ങനെ കെട്ടിക്കൊടുത്തതിന് ശേഷം ജസ്റ്റ് അതിൻ്റെ മുകൾ വശം ഒന്ന് കട്ട് ചെയ്ത് കളയുക. അത് ആ ബലൂണിൻ്റെ അകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്ത് കളയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ആ ബലൂണിൻ്റെ അകത്തേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടുന്ന വിനെഗറിൻ്റെ അത്രയും വെച്ചിരിക്കും ഈ ബലൂൺ വീർത്ത് വരുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നല്ലപോലെ വിനെഗർ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഈ ബലൂണിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ വിനെഗർ ഒഴിച്ച് വെച്ചിരിക്കുന്ന ഈ ബോൾ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ബലൂൺ വേണേൽ ഒന്ന് കെട്ടിക്കൊടുക്കുക. ഇങ്ങനെ കെട്ടിക്കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് അലങ്കാര പണികളോടെ ചെയ്യാൻ പറ്റും. എന്ന് പറയുമ്പോൾ ഒരു മാർക്കർ എടുത്തോ വല്ലോ നിങ്ങൾ ജസ്റ്റ് ഒരു പഫർ ഫിഷിൻ്റെ എഫക്റ്റിൽ ഒരു മീനിയെ പോലെയൊക്കെ വരച്ചു കൊടുക്കുക. കാരണം ഇത് നമ്മൾ ഇങ്ങനെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊങ്ങി വരുന്നത് കാരണം പഫർ ഫിഷിൻ്റെ ഒക്കെ ഒരു പ്രതിച്ഛായ എന്ന് വേണേൽ പറയാം. ഞാൻ ബ്രഷ് പെൻസിൽ വെച്ച് വരയ്ക്കണമെന്ന് പറയില്ല, കാരണം എനിക്ക് പറ്റിയൊരു പണി അവിടെയാണ്. കാര്യം ഈ സംഭവം ഫുള്ള് എൻ്റെ കയ്യിലേക്ക് ആവുകയായിരുന്നു ഞാൻ ഈ ബ്രഷ് പെൻസിൽ വെച്ച് വരച്ചു കൊടുത്തപ്പം. തുടങ്ങിയല്ലേ ആവുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഞെക്കി കൊടുത്തിട്ടുണ്ട് ഇതാവുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.